ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ. നമ്മുടെ ഫഹദ് ഫാസിൽ കത്തി നിൽക്കുന്നൊരു കാലമാണ്. അപ്പോൾ ഫഹദ് പറഞ്ഞൊരു കാര്യമുണ്ട്, പ്രധാനമായിട്ടുള്ള കാര്യം. സിനിമ അഭിനയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ തുടർന്ന് കൊണ്ടുപോകേണ്ട ഒരു സംഭവമൊന്നുമല്ല. അത് ഇങ്ങനെ അഭിനയിച്ച് കൊണ്ടുപോകുന്നതിനിടയിൽ എന്നെ കാണുന്ന പ്രേക്ഷകർക്ക് മടുക്കുകയാണെങ്കിൽ ഞാൻ ഈ പരിപാടി ഇവിടെ വെച്ച് അവസാനിപ്പിക്കുമെന്ന് നമ്മുടെ ഫഹദ് പറഞ്ഞ കാര്യമുണ്ട്. ദേ കണ്ട. അപ്പോൾ ഫഹദ് പറഞ്ഞ കാര്യം ഒന്ന് വായിച്ചു തരാം. പ്രേക്ഷകർക്ക് എന്നെ മടുത്തു തുടങ്ങിയാൽ ഞാൻ ബാഴ്സലോണ എന്ന് കേട്ടിട്ടില്ലേ, മെസ്സിയൊക്കെ കളിച്ച ബാഴ്സലോണ എന്ന് പറയുന്നത് സ്പെയിനിലെ ഒരു സ്ഥലമാണ് ബാഴ്സലോണ. അടിപൊളി സംഭവമായിട്ടുള്ള സ്ഥലം. ബാഴ്സലോണയിൽ ഊബർ ഓടിക്കാൻ പോകും. ഒരാളെ അയാളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് കൊണ്ടുപോയി വിടുന്നത് വളരെ നല്ല കാര്യമല്ലേ? ഫഹദ് ഫാസിൽ അങ്ങനെ കൊടുത്തേണ്ട ഒരു പോസ്റ്ററാണിത്. അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ള സംഭവത്തിനെ തുടർന്ന് ആരാധകര് ഇതിൽ കമന്റ് ഇട്ടിരിക്കുന്ന പ്രേക്ഷകരുടെ ഓരോ അഭിപ്രായങ്ങൾ ഇങ്ങനെ ഇട്ട് കൂട്ടിയിട്ടുണ്ട്. അതൊന്ന് വായിക്കാം നമുക്ക്. എന്തൊക്കെയാണ് എഴുതി വെച്ചാണ് ആ കമന്റുകളാണ് നമ്മളിവിടെ നോക്കുന്നത്. സാമ്പത്തിക ഭദ്രത വന്നാൽ പിന്നെ ആദർശങ്ങളുടെ കുത്തൊഴുക്കാണ് എന്ന് പറഞ്ഞൊരു കമന്റ് ഉണ്ട്. അതെന്നാ ഇവിടെ ഊബർ ഓടിക്കാൻ ഒക്കില്ലേ? പിന്നെ അതെ, പ്രത്യേകിച്ച് ബാഴ്സലോണയിൽ ഉള്ളവരെ അവരുടെ ലക്ഷ്യസ്ഥാനത്താക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ് എന്ന് പറഞ്ഞൊരു കമന്റ് ഉണ്ട്. പിന്നെ അങ്ങനെ ചേടാ 2 പടം മോശമായപ്പോൾ ഇങ്ങേരുടെ കിളി പോയോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഊബർ ഓടിക്കാൻ ഏറ്റവും നല്ലത് ഓസ്ട്രേലിയ ആണ്, ഇങ്ങോട്ട് പോരെ എന്ന് പറഞ്ഞ് മറ്റൊരു കമന്റ് ഉണ്ട്. ഊബർ ടാക്സി ഓടിക്കണ കാര്യമുണ്ട് പറയണത്. ഊബർ എന്ന് പറയുമ്പോൾ എന്തൊട്ടും ഉണ്ടേ പറയണമെന്ന് വിചാരിക്കണ്ട. ഊബർ ടാക്സി ഓടിക്കണ കാര്യമാണ് പറയണത്. പിന്നെ ഇങ്ങനെ നോക്കുമ്പോൾ പിന്നെ ഒരു കമന്റ് ഉണ്ട്, അവിടെയാകുമ്പോൾ ഊബറും ഓടിക്കാം എൽ ക്ലാസിക്കോയും കാണാമെന്ന്. ഞാൻ പറഞ്ഞില്ലേ, പന്ത് കളിയുടെ നാടാണ് ബാഴ്സലോണ. റയൽ മാഡ്രിഡൊക്കെ ചിരവൈരികളായിട്ട് നിലനിൽക്കുന്ന ഏരിയയാണ് അവിടെ. ബാഴ്സലോണയും റയൽ മാഡ്രിഡാണ് അവിടുത്തെ ഏറ്റവും വലിയ ക്ലബ്ബുകൾ. മെസ്സി കളിച്ച ബാഴ്സലോണ കിഡിലിനാണ്. യാമിൻ യമാൽ ഇപ്പം അതിൽ കളിക്കുന്നു ബാഴ്സലോണയിൽ. അതുപോലെ റയൽ മാഡ്രിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്രിസ്ത്യാനോ റൊണാൾഡോ, സിദാനൊക്കെ നിലനിന്ന, മാർസിഞ്ഞോ ഒക്കെ നിലനിന്ന, റോബർട്ടോ കാർലോസ് ഒക്കെ നിലനിന്ന ക്ലബ്ബ്. പിന്നെ ഇപ്പം ഫഹദ് ഫാസിൽ ഉപയോഗിക്കുന്നത് നമ്മുടെ വെർട്ടു ഫോണാണ്, സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ അതിനെ തുടർന്ന് അതിങ്ങനെ മനസ്സിലിട്ട് ആലോചിച്ചിട്ടായിരിക്കും ഒരു കമന്റ് വന്നിട്ടുണ്ട്. ടാക്സി വിളിക്കുന്നവൻ മാപ്പ് ഇടാൻ പറയുമ്പോൾ എൻ്റെ കയ്യിൽ 7 ലക്ഷത്തിൻ്റെ കീപാഡ് ഫോണാണെന്ന് പറയുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെയുള്ള കമന്റ്സ് എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്ത് ഓടിച്ചാൽ പറ്റില്ലേ, വിദേശത്ത് പോയി എന്ത് ജോലിയും ചെയ്യും, അത് നമ്മുടെ നാട്ടിൽ ചെയ്യില്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഊബർ ഓടിക്കാൻ സ്മാർട്ട് ഫോൺ വേണമല്ലോ ആ സംഭവത്തിനാണ് പുള്ളിയുടെ കയ്യിലിരിക്കുന്നത്. 7 ലക്ഷത്തിൻ്റെ 10 ലക്ഷത്തിൻ്റെ 2 ലക്ഷത്തിൻ്റെ 1 ലക്ഷത്തിൻ്റെ ഒക്കെ കീപാഡ് ഫോണാണെങ്കിൽ പറ്റുമോ ചേട്ടാ എന്നുള്ള രീതിയാണ് ആ ചോദ്യത്തിൻ്റെ ഇത്. പിന്നെന്തുട്ടാ, ഇത് ഫഫ അറിഞ്ഞിട്ടുണ്ടോ? ഈ ഇങ്ങനെയുള്ള ഒരു സംഭവം ഇങ്ങനെ കട്ട് ചെയ്തിട്ടുള്ളത് ഫഫ അറിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ച് ഒരാൾ ഇട്ടിട്ടുണ്ട്, ഒരു ചേട്ടൻ ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു സംഭവം കൂടി ഉണ്ട്. പിന്നെ ഒരു കിടിലൻ ഒരു കമന്റ് ഉണ്ട്, നോക്കി കഴിഞ്ഞപ്പോൾ കിട്ടിയതാണ്. പോകുമ്പോൾ നമ്മുടെ ഗോപിയേട്ടൻ്റെ ഇളയ ചെക്കനും കൂടി കൂട്ടിക്കോ, കിളിയായിട്ട് നമ്മുടെ അയ്യോ കിളിയായിട്ട് കൂട്ടിക്കോ. പിന്നെ ആളുകൾ മടക്കുമ്പോൾ അഭിനയം നിർത്തുന്നത് നല്ല കാര്യം, അങ്ങനെ പറഞ്ഞൊരു കമന്റ് ഉണ്ട്. അങ്ങനെയുള്ള കമന്റ്സുകളാണ് ഇതിൽ കണ്ടത്. അപ്പൊ കൂടുതലും പേര് അങ്ങനെ ചോദിക്കുന്നത്, അന്ന് ഇവിടെ പറ്റില്ലേ യൂബർ ഓടിക്കാൻ, ആ ബാഴ്സലോണയിൽ പോയാലേ പറ്റുള്ളൂ യൂബർ ഓടിക്കാൻ. അവിടെ ഇതിന് നമ്മുടെ നാട്ടിൽ ഓടിക്കുന്ന ടാക്സി ഓടിക്കുന്നതിനേക്കാളും കൂടുതൽ പൈസ അവിടെ കിട്ടും. പിന്നെ അവിടെ ഈ പറഞ്ഞിട്ട് ഒരു അടിപൊളി ലൈഫിലൂടെ അങ്ങനെ മുന്നോട്ട് നടക്കാം. അവിടെ എൽ ക്ലാസിക്കോ കാണാം. എൽ ക്ലാസിക്കോ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കണം കേട്ടോ, പന്ത് കളിയാണ്. ബാഴ്സലോണ ഒക്കെ അങ്ങനെ അടിപൊളിയായിട്ട് കളിക്കുന്ന ആ ഒരു ഇത്. പിന്നെ അവിടെ പോയി ജീവിക്കാൻ ഇഷ്ടം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട്. അഭിനയമൊക്കെ നിർത്തിയൊന്നും മടുക്കുകയാണെങ്കിൽ ബാഴ്സലോണയിൽ പോയൊന്ന് നിലനിൽക്കണം. അവിടെ പോയൊന്ന് ഒന്ന് ലൈഫ് ഒന്ന് എൻജോയ് ചെയ്തൊന്ന് പതുക്കെ ഹാപ്പിനെസ്സോട് കൂടി മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ അദ്ദേഹം, എൻ്റെ ഒരു അഭിപ്രായത്തിൽ അദ്ദേഹം യൂബർ ടാക്സി ഒന്നും ഓടിക്കാൻ പോണില്ല. കാരണം മികവായിട്ട് അഭിനയിക്കാൻ അറിയാം ഫഹദ് ഫാസിൽ. അദ്ദേഹം തുടക്കകാലത്ത് അഭിനയിക്കാൻ വന്ന സമയത്ത് കയ്യെത്തും ദൂരത്തും എന്ന് പറഞ്ഞ പടത്തിൽ പുള്ളിയുടെ അഭിനയം കണ്ടു കഴിഞ്ഞപ്പോൾ ഈ ഫഹദ് ഫാസിലിനെ നല്ലതുപോലെ കളിയാക്കി വിട്ടതാണ്. അദ്ദേഹം അതൊക്കെ മനസ്സിലാക്കി, സിനിമ എന്താണെന്ന് മനസ്സിലാക്കി, സിനിമയിൽ എങ്ങനെ ഒരു കഥാപാത്രം ബിഹേവ് ചെയ്യണം എന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി അദ്ദേഹം വളരെ വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വന്നു. ചെറിയ വേഷങ്ങളിലൂടെ തന്നെ മിന്നൽ വേഗത്തിൽ മലയാള സിനിമയിൽ നിലയുറപ്പിച്ചു. ഇന്ന് ഫഹദ് ഫാസിലിനെ തകർത്ത് കളയാനായിട്ട് മറ്റൊരു നടൻ ഇന്ന് നിലവിലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫഹദിൻ്റെ ആ പ്രായം വെച്ച് നോക്കിയാൽ വേറെ ആരും എൻ്റെ നോട്ടത്തിൽ ഇല്ല കേട്ടോ. അതുപോലെ മികവായ രീതിയിൽ തന്നെ അദ്ദേഹം ഓരോ വേഷങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പം ആവേശത്തിലെ രംഗണ്ണൻ, ആവേശം എന്ന് പറഞ്ഞാൽ ഒരു ഉത്സവമൂടി ചിത്രമാണ്. പക്ഷെ ആ രംഗണ്ണനെ ആരും പെട്ടെന്ന് മറന്നു കളയില്ല. ആ സിനിമ കണ്ട് നമ്മൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി നമ്മൾ യാത്ര ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ രംഗണ്ണൻ ഇങ്ങനെ കിടന്ന് മിന്നി മാഞ്ഞുകൊണ്ടിരിക്കും.
ആ ഒരു പുള്ളിയുടെ ഓരോ ചലനങ്ങൾ, പുള്ളി പറഞ്ഞ കാര്യങ്ങൾ, പുള്ളിയുടെ നോട്ടം, പുള്ളിയുടെ ചിരി, പുള്ളി കരയുന്നത്, അതെല്ലാം ഇങ്ങനെ പ്രതിഫലിച്ചുകൊണ്ടിരിക്കും. അതെന്താണ് അങ്ങനെ ഉണ്ടാവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ നടൻ അഭിനയിച്ചു വെച്ചതിന്റെ ആ എഫക്റ്റ് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തിങ്ങുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ആവേശം എന്ന പറഞ്ഞ സിനിമയെ രംഗണ്ണന്റെ അഭിനയത്തെയൊക്കെ പുകഴ്ത്തിക്കൊണ്ട് നമ്മുടെ ഹിന്ദി സിനിമാ മേഖലയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും തെലുങ്കിൽ നിന്നും കന്നഡയിൽ നിന്നും ഒക്കെ ഇങ്ങനെ അഭിനന്ദന പ്രവാഹങ്ങൾ ഒഴുകിയത്. അപ്പൊ ഫഹദിന്റെ അഭിനയം ഒരിക്കലും പൊട്ടയാണ്, മോശമാണ്, നിർത്തിപ്പോന്ന് കേരളത്തിലെ പ്രേക്ഷകർ പറയുമെന്ന് എനിക്ക് തോന്നണില്ല. അദ്ദേഹം സൂപ്പറായിട്ട് അഭിനയിക്കും. കുമ്പളങ്ങി നൈറ്റ്സ് കിടുവാണ്. കിടു എന്ന് പറഞ്ഞാൽ കിടു. ആ കണ്ണുകളുടെ ചലനം, നോട്ടത്തിൽ പുള്ളി ഓരോ കാര്യങ്ങൾ പറയുന്നതിന്റെ രീതി, പുള്ളി നടക്കുന്ന നടപ്പിൽ ഒരു വ്യത്യസ്തത, പ്രത്യേകതകൾ കൊണ്ട് അത് അഭിനയത്തിന്റെ കാര്യത്തിൽ ഫഹദ് ഏറെ കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. മറ്റു നടന്മാര് അതൊന്ന് ശ്രദ്ധിക്കുന്നത് ഏകദേശം നല്ലതായിരിക്കും. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.